തുടർന്നുള്ള നിമിഷങ്ങളിൽ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽവേളയിൽ കർത്താവിൻ്റെ ദാസനിലൂടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് തരുവാനിടയായി. പാസ്റ്റർ ബൈജു മാലക്കര ഇന്ന് പകൽ നമ്മുടെ മധ്യയിൽ ഐശ്വര്യമായി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാനിടയായി. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ തനിക്ക് ദൈവം ഏൽപ്പിച്ച മാറ്റമില്ലാത്ത വചനങ്ങൾ നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വചനങ്ങൾ തരുവാനിടയാകും. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് കർത്തൃ സന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള നിമിഷങ്ങളിലെ ശുശ്രൂഷകൾക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്തൃപാദപീഠത്തിങ്കൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഇങ്ങനെ ഒരവസരം കൂടെ കർത്താവ് നൽകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കഴിഞ്ഞ പകലത്തെ ആരാധനകൾക്ക് ശേഷം നമുക്ക് ഭവനങ്ങളിലേക്ക് പോകാനും അല്പസമയം വിശ്രമിക്കാനും ദൈവത്തെ സ്തുതിക്കാനായിട്ട് തിരികെ വരുവാനും ഒക്കെ കർത്താവ് സന്ദർഭങ്ങൾ ഒരുക്കിയല്ലോ. ആമേൻ. കർത്താവിൻ്റെ ആത്മാവെന്ന് ആമേൻ രാത്രിയിലും നമ്മെ ശക്തിയോടെ ആദരിക്കാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി വെളിപ്പെട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? അങ്ങനെ വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് എത്രയും ശബ്ദമുണ്ടോ അത്രയും ശബ്ദമുയർത്തി നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. ശക്തിയോടെ ഹല്ലേലൂയ, ബലത്തോടെ ഹല്ലേലൂയ, ജയത്തോടെ ഹല്ലേലൂയ. കർത്താവ് നമ്മളെല്ലാവരെയും ധന്യമായി ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൾ വളരെ ആത്മനിയോഗത്തോടെ നിർവഹിപ്പാൻ ദൈവത്താൽ ഈ സ്ഥലത്താക്കിയിട്ടുള്ള ആമേൻ സഭയുടെ സീനിയർ ശുശ്രൂഷകൻ കോശി പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്തൃദാസനെയും കുടുംബത്തെ, അവരുടെ ശുശ്രൂഷകളെയും ഈ സഭയെയും കർത്താവ് ധന്യമായി ആദരിക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് കർത്താവിൻ്റെ ദാസൻ ജോബിൻ പാസ്റ്റർ സേവനം ചെയ്യുന്നല്ലോ. ബഹുമാന്യ കർത്തൃദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനകൾക്ക് ശേഷം ആമേൻ നല്ല ആഹാരം ഉണ്ടാക്കി ഈ ആലയത്തിൽ കൊണ്ടുവന്ന കർത്തൃദാസന്മാരെ മനഃപൂർവ്വമായിട്ട് സൽക്കരിക്കുന്ന ആ പ്രിയ മാതാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മയെ കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. വയ്ക്കുന്നതിനും വിളമ്പുന്നതിനും ഒക്കെ പ്രതിഫലം തരുന്നത് ദൈവമാണ്. ആമേൻ. നിങ്ങളൊരു നല്ല ആമേൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും കരമുയർത്തിപ്പിടിച്ച് ശക്തിയോടൊരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പ്രിയ മാതാവിനെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം എന്ന് ഓർപ്പിക്കുന്നു. ആ അമ്മ ഇവിടെ കൊണ്ടുവന്ന ആഹാരമൊക്കെ എനിക്ക് സെർവ് ചെയ്തത് നമ്മുടെ യൗവനക്കാരായ സഹോദരങ്ങളാണ്. അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ മകനെ ഓർക്കുന്നു. ആ പ്രിയ മകനാണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യാൻ കർത്താവ് ആമേൻ ഇടവരുത്തിയത്. ആ പ്രിയ പൈതലിനെ കർത്താവ് ധന്യമായി ആമേൻ ആദരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം വൈകുന്നേരം വന്ന് കാണാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്കൊരു സന്തോഷമൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വളരെ ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. രാത്രി യോഗം അവസാനിപ്പിക്കേണ്ടുന്നൊരു സമയം ബഹുമാന്യ കർത്തൃദാസനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. നാളെ പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആരാധനകളിലും പങ്കാളികളാകണമല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ ചില ചിന്തകൾ പ്രാർത്ഥനയോടെ നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിപ്പാൻ കർത്താവിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ രാവിലെ ധ്യാനിച്ച തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകൾ കേന്ദ്രീകരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് മുഖവുരകൾക്ക് അടിവരച്ച് കുത്തിടുന്നു. നമ്മൾ രാവിലെ ധ്യാനിച്ചു വന്ന വചനം, സ്തോത്രം, തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു വാക്കാണ് നമ്മൾ രാവിലെ ധ്യാനിച്ചത്. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഞാൻ വളരെ വേഗത്തിൽ, വളരെ സ്പീഡിൽ ഒരു പടക്കുതിര പോകുന്നത് പോലെ ഇന്ന് രാത്രിയിൽ പോയെങ്കിൽ മാത്രമേ എനിക്ക് യോഗം കൃത്യസമയത്ത് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്നെ ശ്രദ്ധിച്ചിരിക്കണം. രാവിലെ നമ്മൾ ധ്യാനിച്ച വാക്ക് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുക എന്ന വാക്യമാണ്. രാവിലെ നമ്മൾ ധ്യാനിച്ച വാക്ക് അതാണ്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിലും വിശ്വാസത്തിൽ ആരോഗ്യമുള്ള ഒരാളായിട്ട് എനിക്ക് മാറണം എന്നാഗ്രഹമുള്ള എത്ര പ്രിയപ്പെട്ടവരിവിടെ ഉണ്ട്? ഈ ഉപവാസ പ്രാർത്ഥന ദൈവമക്കളെ, നമ്മുടെ ഭൗതിക തലങ്ങൾക്കൊരു വിജയമുണ്ടാകുന്നതിനപ്പുറത്ത് നമുക്ക് ഈ ദിവസങ്ങളിൽ ആത്മാവിലൊരു ശാക്തീകരണം, ദൈവം എന്നെ ആത്മാവിൽ ശക്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാണ് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യാം. രാവിലെ ഞാൻ ഭാഗങ്ങൾ പ്രാരംഭ സമയത്തൊക്കെ വിശദീകരിച്ചു എന്ന കാരണത്താൽ വളരെ വേഗത്തിൽ നമ്മൾ ചില കാര്യം കൂടി ഒന്ന് ധ്യാനിക്കേണ്ടതുള്ളത് കൊണ്ടും വളരെ വേഗത്തിൽ തന്നെ നമ്മൾ മുൻപോട്ട് സഞ്ചരിക്കുകയാണ്. രാവിലെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, നമുക്ക് രണ്ട് കൂട്ടർക്കും ആരോഗ്യവും ബലവും ഒക്കെ ദൈവം കൃപയാൽ തന്നിട്ടുണ്ട്. ആരോഗ്യമില്ലാത്തവരും യോഗത്തിന് വരാറുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഇതൊക്കെ വകവയ്ക്കാതെയാണ് ആരാധനാലയത്തിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞ 15 പകലുകളിലും ഈ 15ാമത്തെ രാത്രിയിലും ദൈവസന്നിധി വന്നിട്ടുള്ളത്. ഞാനിന്ന് പകൽ ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഇന്ന് ഈ പ്രാർത്ഥനകൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് കർത്താവ് ഒരു ബലം നൽകും, ആരോഗ്യം നൽകും, ഒരു ദൈവശക്തി നമ്മുടെ മേൽ കർത്താവ് പകരും. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന് ആരോഗ്യം വർദ്ധിക്കാൻ പോകുകയാണ്. നമ്മുടെ ആരാധനകൾക്ക്, സ്തുതികൾക്ക്, സ്തോത്രങ്ങൾക്ക് നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകൃപയുടെ വാക്കുകൾക്ക് വലിയൊരു ശക്തി വെളിപ്പെട്ടു വരാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരെയും ഇല്ലാത്തവരെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നൊരു ചോദ്യം കൊണ്ടാണ് നമ്മൾ രാവിലെ വചനത്തിനകത്തേക്ക് പ്രവേശിച്ചത്. വിശ്വാസത്തിൽ ആരോഗ്യമില്ലാത്ത ആളിനെ എങ്ങനെ മനസ്സിലാക്കാം, ഉള്ളയാളിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ധ്യാനിക്കേണ്ടതിന് നമ്മൾ തിരഞ്ഞെടുത്ത വാക്യം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളാണ്. 4-8 പദങ്ങളാണ് രാവിലെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയത് ആ വചനങ്ങളിൽ നിന്ന്. ആദ്യത്തെ 4 വാക്ക് കഷ്ടം, ബുദ്ധിമുട്ട്, ഉപദ്രവം, വീണ് കിടക്കുക എന്നിങ്ങനെ 4 വാക്കുകളാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ള ഒരാളിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. വിശാലത വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പോരാ, കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇടുക്കത്തിൻ്റെ നടുവിലും ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ആ പ്രതിസന്ധിയുടെ നടുവിലും ഞങ്ങളെ ശക്തീകരിക്കാൻ കഴിയുന്ന, ബലപ്പെടുത്താൻ കഴിയുന്ന, ധൈര്യപ്പെടുത്താൻ കഴിയുന്ന, ഉറപ്പിക്കാൻ കഴിയുന്ന, വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ആമേൻ. ആ വാക്ക് മറക്കരുത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അടുത്ത വാക്ക് ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശയില്ല. കാരണം കരുതുന്നൊരു ദൈവത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരറിവുണ്ട്. ഇന്നലകളിൽ ഞങ്ങളെ കരുതിയ, ഞങ്ങളുടെ തലമുറകളെ കരുതിയ, ഞങ്ങളുടെ കുടുംബങ്ങളെ കരുതിയ ആ ദൈവത്തിന് ഈ തലമുറയിൽ എന്നെ കരുതുവാനും കഴിയും. ഇന്നലകളിൽ പോരാ പ്രിയരെ, ശബ്ദമുയർത്തി നല്ലൊരു ആമേൻ പറയ. ഇന്നലകളിൽ കരുതിയ ദൈവത്തിന്, ഇന്നലകളിൽ സഹായിച്ച ദൈവത്തിന്, ഇന്നലകളിൽ ബലപ്പെടുത്തിയ ദൈവത്തിന് നമുക്ക് വേണ്ടി ഇന്നുകളിലും ഒരു അത്ഭുതം ചെയ്യാൻ
ರಬನ ವೈಶಾರಿ ಬಾಲಿಯ ಸಾಂದಲ್ಗಮಾನಿಯ ಪ್ರಭಾತನಯ ಅಡರ ಜಗದನ ರಿಗಮನ ಗಡಗಮನಗ ಸಮರ್ಥಮನ പ്രബന്ധനയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്നു. ആമേൻ. മൂന്നാമത്തെ വാക്ക് ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ഉണ്ടെന്ന്. ആമേൻ. നാട് മുഴുവൻ നമുക്കെതിരെ ഉപദ്രവമായിട്ട് ആളുകൾ പാഞ്ഞിറങ്ങിയാലും ഉപേക്ഷിക്കാത്തൊരു ദൈവം ഉള്ളിടത്തോളം കാലം നാം നിലംപരിശായി പോകാൻ ദൈവം സമ്മതിക്കില്ല. ആമേൻ. തകർന്നു പോകുമെന്ന് വിചാരിച്ച് തകർന്നു പോകണമെന്ന് വിചാരിച്ച് ആമേൻ ഉണ്ടാക്കുന്ന സകല ആയുധങ്ങളും അത് ഫലിക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ കൂട്ടായ്മയ്ക്കകത്ത് ഞാൻ നിന്നുകൊണ്ട് ആത്മനിയോഗത്തോടെ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ദൈവത്തിന് സ്തോത്രം. ഉപദ്രവം അനുഭവിക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കേട്ടോണം. ആമേൻ. ഉപേക്ഷിക്കാത്തൊരു ദൈവം ഉള്ളിടത്തോളം കാലം നിങ്ങൾ തോറ്റുപോകാൻ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങൾ തോൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. ജയാളികളെ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. ജയാളികളെ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. ജയാളികളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കരം താങ്ങി എഴുന്നേൽപ്പിച്ച് രക്തം വചനം ജയമെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തൊരു വാക്കാണ് വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകാൻ അനുവദിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു പടുവൃക്ഷം വെട്ടി നിലത്തിട്ട് അതിൻ്റെ ആമേൻ ഇലച്ചിലുകളെല്ലാം വെട്ടി കോതി വൃത്തിയാക്കി ആ വൃക്ഷം വർഷങ്ങളായിട്ട് നിലത്ത് അതേ പെട്ടുകിടക്കുകയാണ്. ആമേൻ. ആമേൻ. ചില വർഷങ്ങൾ കഴിയും തോറും ആമേൻ നിലവും വെള്ളവും കൂടെ ചേർന്ന് ദൈവത്തിന് സ്തോത്രം മരത്തെ ചതിക്കിപ്പിച്ച് ഇല്ലാതെയാക്കി മാറ്റാറ് പതിവാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം ഒരു ഭക്തൻ പറയുന്നു, ഞാൻ നിലംപരിശായിട്ട് കിടക്കുകയാണെങ്കിലും ചതിക്കിച്ചു പോകാൻ ദൈവം സമ്മതിക്കുന്നില്ല. തകർന്നു പോകുന്നതിന് തൊട്ടു മുൻപ് ഒരു കരം വന്നെന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുകയാണ്. ഒരു കരം വന്നെന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ 15ാമത്തെ രാത്രി പരിശുദ്ധാത്മാവ് എൻ്റെ കേൾവിക്കാരായ ദൈവമക്കൾക്ക് നൽകുന്ന ദൈവിക ശബ്ദം അതാണ്. ചിലതിനെ ദൈവാത്മാവ് കരം താങ്ങി എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണിത്. ചിലതിനെ പരിശുദ്ധാത്മാവ് കരം താങ്ങി എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ആമേ. ചിലതിനെ പരിശുദ്ധാത്മാവ് കരം താങ്ങി ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് പുറത്തെടുക്കുന്നു. സദരജലദന ഹടഗജരഗദന ആമേ. ചിലതിനെ ദൈവാത്മാവ് കരം താങ്ങി പുറത്തെടുക്കുകയാണ്. ആമേ. ശക്തീകരിക്കുന്ന വിജയം തരുന്ന വിടുതലയക്കുന്ന ഗ്ലോറി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ ആരോഗ്യമുള്ള ആളും വിശ്വാസത്തിൽ ആരോഗ്യമില്ലാത്ത ഒരാളും അവര് സംസാരിക്കുന്നത് വളരെ ആമേൻ ഗൗരവമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. വിശ്വാസത്തിൽ ആരോഗ്യമില്ലാത്ത ഒരാൾ കഷ്ടമെന്നും ബുദ്ധിമുട്ടെന്നും ആമേൻ ഉപദ്രവമെന്നും വീണ് കിടക്കുമെന്നും ഒക്കെ ആമേൻ പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ള ആൾ പറയുന്നു, ആമേൻ, ഞങ്ങൾ ഇടുങ്ങിയിരിക്കത്തില്ല. ആമേൻ. ഞങ്ങൾ ഇടുങ്ങിയിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഞങ്ങൾ ഞെരുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ആ കരമുയർത്തിയേച്ച് പറയാമോ? ദൈവത്തിന് സ്തോത്രം. ദൈവം ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം ഞങ്ങൾക്കായി ചലിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ ആ വാക്യത്തിലേക്ക് വളരെ വേഗത്തിലെത്തുകയാണ്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി മാറണം എന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ആ വചനത്തിൻ്റെ പൊരുളുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാൻ ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പൗലോസ് പറയുന്നു, നിങ്ങൾ ആമേൻ അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ വാക്യത്തിൻ്റെ അകത്തേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരികയാണ്. ആമേൻ. അവിടെ എഴുതിയേക്ക ഈ സാക്ഷ്യം നേർ തന്നെ.
അപ്പൊ അതിന്റെ അർത്ഥം തന്നെ ഈ സാക്ഷ്യം നേർ തന്നെ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എല്ലാ സാക്ഷ്യവും നേരല്ലെന്നല്ലേ, കള്ളസാക്ഷികൾ ഉണ്ടെന്നല്ലേ. ആമേൻ. കള്ളസാക്ഷികൾ ഉണ്ട്. ഒരു യൗവനക്കാരനായ ചെറുക്കൻ്റെ പേരിൽ ഒരു കേസ് പുറത്തു വന്നു. ഒരു യൗവനക്കാരനായ ചെറുക്കൻ, അതും ഒരു സ്ത്രീ വിഷയമാണ്. മാത്രമല്ല തൊണ്ടി മുതൽ വരെയുള്ള കേസാണ്. രക്തം ചെയ്യാം, തൊണ്ടി മുതൽ വരെയുള്ള ഒരു കേസ് കെട്ട്. അവൻ്റെ ഭാവി പൊളിയാൻ വേറെ ഒന്നും വേണ്ട. പിന്നെ ആമേൻ, അങ്ങനെ ഒരു കേസ് കെട്ട് അവൻ്റെ നേരെ പൊങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കേസ് കെട്ട് സത്യമല്ലാത്തത് കൊണ്ട് അതിൻ്റെ സത്യം ദൈവം പിന്നീട് വെളിപ്പെടുത്തി. യേശുവിൻ്റെ രക്തം ചെയ്യാം. ഞാൻ ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, എത്ര തെളിവുണ്ടെങ്കിലും, എത്ര തൊണ്ടി മുതൽ ഉയർത്തി കാണിച്ചാലും കള്ളം ഒളിച്ചിരിക്കുന്നതിനൊരു സമയമുണ്ട്, സത്യം വെളിപ്പെടുന്നൊരു ദിവസമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങൾ വായി തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുമായിരിക്കുമെന്ന്. ഇന്ന് പകല് ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിക്കകത്ത് വലഞ്ഞു പോയവരാരെങ്കിലും ഉണ്ടോ? നീ അറിയാത്തതൊക്കെ നിന്നെക്കുറിച്ച് പറഞ്ഞ്, നീ ചിന്തിക്കാത്തതൊക്കെ നിന്നെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടി, ദൈവത്തിന് സ്തോത്രം, നിന്നെ അത് തൊണ്ടി മുതൽ പൊക്കി കാണിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഒന്നുമല്ലാതാക്കിയ ഇടങ്ങൾ എവിടെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാൻ പോകുകയാണ്. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് രാത്രിയിൽ ആ സ്ഥലത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരാൻ, ആ സ്ഥലത്ത് ദൈവത്തിന്റെ നീതി ചലിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആത്മാവ് സഭകളോട് ഇടപെടുന്ന ദൈവശബ്ദം അങ്ങനെയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കള്ളസാക്ഷികളെ ദൈവം പൊളിച്ച് Glory to God. Amen. ഒന്നാമത് യോസഫിന് വിരോധമായിട്ടാണ് കള്ളസാക്ഷികൾ എഴുന്നേറ്റതെങ്കിൽ, രണ്ടാമത് കള്ളസാക്ഷികൾ എഴുന്നേറ്റത് നാബോത്തിന് വിരോധമായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ആഹാബിന്റെ ഭാര്യ ഇസബേൽ നടത്തുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ഏറ്റവും മുൻപിലത്തെ കസേരയിലാണ് നാബോത്തിരിക്കുന്നത്. എനിക്ക് നാബോത്തിനോടൊരു ചോദ്യമുണ്ട്. നാബോത്തെ, നിന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചത് ആരാണ്? അവൻ പറയുന്നു, എന്നെ ക്ഷണിച്ചത് ആമേൻ ഇസബേലിന്റെ ആളുകളാണ്. ഇസബേൽ പറഞ്ഞിട്ടാണ് നിന്നെ ക്ഷണിച്ചതെന്നല്ലേ അവർ പറഞ്ഞത്? ആമേൻ, അതെ, അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, നീ എന്തിനാ ആമേൻ ഇസബേലിന്റെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പോയിരുന്നത്? ഇസബേലിന്റെ പ്രാർത്ഥനയും നിന്റെ പ്രാർത്ഥനയും രണ്ടും രണ്ടല്ലേ? ഇസബേൽ പ്രാർത്ഥിക്കുന്നത് ബാലിനോടല്ലേ? നീ പ്രാർത്ഥിക്കുന്നത് സർവശക്തനോടല്ലേ? ഇന്ന് രാത്രി ഞാൻ പറയാം, അവൻ എവിടെങ്കിലും ഒക്കെ ഒന്ന് മുൻനിരയിൽ വരാൻ അവസരം കിട്ടിയാൽ അത് ചാടി കയറി വീഴാൻ നിൽക്കരുത്. പരിശുദ്ധാത്മ പറയുന്നു, അത് നിനക്കെതിരെ ഒപ്പിച്ചു വെച്ച ഒരു കെണിയാണെന്ന് തിരിച്ചറിയണം. ജീസസ്. നാബോത്ത് ഏറ്റവും മുൻപിൽ വന്നിരുന്ന് ഉപവാസ പ്രാർത്ഥനയല്ലേ കൈയടിച്ച് അങ്ങനെ ആരാധിച്ച്, എനിക്ക് തോന്നുന്നു ഉപവസിച്ചു പ്രാർത്ഥിച്ചാണ് പുള്ളി വന്നത്. ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടും നീചന്മാർ, ആലയത്തിനകത്ത് നടക്കുന്ന പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പം രണ്ടും നീചന്മാർ ചാടി എഴുന്നേറ്റിട്ട് ആമൻ നാബോത്തിന്റെ നേരെ വിരളി ചൂണ്ടി അവനെതിരെ സംസാരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണം. ആമൻ, രണ്ടും നീചന്മാർ, അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുക. രണ്ടും നീചന്മാർ ചാടി എഴുന്നേറ്റ് ആമേൻ ആമേൻ നാബോത്തിന് വിരോധമായി സാക്ഷ്യം പറഞ്ഞു. അവർ സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ നാബോത്ത് അബദ്ധനായോ, യോഗത്തിന് വന്നുപോയല്ലോ എന്ന് നാബോത്തിന് തോന്നിപ്പോയി. ആമേൻ. എന്നിട്ട് അവര് ചെയ്ത അടുത്ത കാര്യം, ആമേൻ, അവനെതിരെ അവനറിയാത്ത കുറ്റം ആരോപിച്ച് കല്ലെറിഞ്ഞ് നാബോത്തിനെ ഇല്ലായ്മ വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവാത്മാവ് ഇറങ്ങി ഇടപെട്ടു ആ വിഷയത്തിൽ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിനക്കെതിരെ സംസാരിക്കാൻ ഭൂമിയിൽ ഒരാളും ഇല്ലെങ്കിലും പേടിക്കണ്ട. സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാണ്. സ്വർഗത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. വിശ്വസിക്കാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും എന്ന് എനിക്കറിയില്ല. നമുക്ക് വേണ്ടി ദൈവം
ദൈവം സംസാരിക്കും. ദൈവം എനിക്ക് വേണ്ടി ഇടപെടും. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, ദൈവത്തിന്റെ ഇടപെടലുകൾ നടക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരം ചിലർക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. ദൈവം ചിലർക്ക് വേണ്ടി സംസാരിക്കാൻ പോകുകയാണ്. ദൈവാത്മാവിന്റെ ഇടപെടൽ കൊണ്ട് നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു പ്രിയരെ. പക്ഷേ കൊല്ലാൻ ഓർഡർ ഇട്ടവളുടെ രക്തം നായ്ക്കൾ നക്കി എന്ന് വചനം പറയുകയാണ്. ഞാൻ പറയുന്നു, അതേ സ്തോത്രം, കള്ളസാക്ഷികളെ എത്ര ഒപ്പിച്ചാലും സത്യം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. മൂന്നാമത്തെ ആള് കള്ളസാക്ഷികളുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കേണ്ടി വന്ന ഒരാളാണ് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, കള്ളസാക്ഷികളെ എത്ര കൊണ്ടുവന്ന് നിരത്തിയിട്ടും ദൈവത്തിന് സ്തോത്രം അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ലെന്നൊരു വാക്കാണ്. ഒത്തുവന്നില്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ചിലതൊന്നും ഒത്തുവരാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ചിലതൊന്നും ഒത്തുവരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒത്തുവരത്തില്ല. വേദപുസ്തകത്തിൽ ഒത്തുവരാത്ത ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. ഒരിക്കലൊരു വലിയ ബിൽഡിംഗ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പം ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടു. പണി പൂർത്തീകരിക്കാനല്ല, പണി കലക്കാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വിരോധമായിട്ടുണ്ടാക്കുന്ന പല പണികളെ പരിശുദ്ധാത്മാവ് കലക്കി മറിക്കാൻ പോകുകയാണ്. ദൈവത്തിന് വിരോധമായിട്ടുണ്ടാക്കുന്ന സകല പണികളെ പരിശുദ്ധാത്മാവ് കലക്കി മറിച്ച് യേശുവിന്റെ നാമത്തിൽ ആ ബിൽഡിംഗ് ആ കൺസ്ട്രക്ഷൻ യേശുവിന്റെ നാമത്തിൽ അത് കലങ്ങി മറിയുകയാണ്. Oh, holy power in the name of Jesus. ആ കൺസ്ട്രക്ഷൻ അവിടെ കലങ്ങി മറിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയേക്കുക ദൈവത്തിന് സ്തോത്രം. നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളക. ദൈവത്തിന് സ്തോത്രം. മേസ്തിരി ചോദിച്ചത് ആമേൻ സിമന്റ് ആണെങ്കിൽ ആമേൻ കയ്യാള് കൊടുക്കുന്നത് കട്ടയാണ്. ആകെ പ്രശ്നമായി. ചോദിക്കുന്നതല്ല തരുന്നെന്നും പറഞ്ഞു കൂട്ടയടി. ദൈവത്തിന് സ്തോത്രം. കൺസ്ട്രക്ഷൻ വർക്ക് മുഴുവൻ അവതാളത്തിലായി. പണിയെല്ലാം പൂർത്തീകരിച്ചു എന്ന് വിചാരിച്ചെടുത്ത് സ്വർഗം അതിന്റെ ഫിനിഷിങ്ങിലെത്താൻ അവരെ സമ്മതിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, നിനക്കെതിരെ ഒപ്പിക്കുന്ന സകല പദ്ധതികളെ ആമേൻ ഇറങ്ങി വന്ന് കലക്കാൻ. പോരാ പ്രിയരെ, ശബ്ദമുയർത്തിയ രാമൻ പറ. ഇറങ്ങി വന്ന യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു വചനം പരിശുദ്ധാത്മ പറയുന്നു. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന സകല ആയുധങ്ങളും വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്ത് വായി തുറന്ന ദൈവത്തെ സ്തുതിക്ക്, ആത്മാവിൽ പ്രതികരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നിനക്കെതിരെ ഉണ്ടാക്കുന്ന അവൻ ഒരായുധവും ഫലിക്കുകയില്ല. അവൻ ഹല്ലേലൂയ കൊല്ലനെ വിളിച്ചിരുത്തി അവന്റെ ആലക്കകത്ത് അവന്റെ ഐഡിയയിൽ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ജീസസ്. ആമേൻ. ഞാൻ പറയുന്നത്, ഇവിടുത്തെ ഒരു മന്ത്രവാദിക്കോ മന്ത്രവാദത്തിനോ ഒരാഭിചാരത്തിനോ ഒരാഭിചാരകനോ തൊടാൻ പറ്റാത്ത വിധത്തിൽ ആമേൻ തൻ്റെ ജനത്തെ സ്വർഗം ഇന്ന് രാത്രി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞാൻ കാണുന്നു പ്രിയരെ. ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഇന്ന് രാത്രിയിൽ ആമേൻ. ഈ 2025 നടക്കുന്ന ഈ ഡിസംബർ മാസത്തിൽ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം അങ്ങനെ ചില വിജയങ്ങൾ നമുക്ക് വേണ്ടി അയക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ചില സാക്ഷ്യങ്ങൾ ഒത്തുവരികയില്ല. ഞാൻ വേഗം മുൻപോട്ട് പോകുകയാണ്. ഇവിടെ എഴുതിയേക്കുന്നു, ഈ സാക്ഷ്യം നേർ തന്നെ. അപ്പൊ എല്ലാ സാക്ഷ്യവും നേരല്ല, പക്ഷെ ഈ സാക്ഷ്യം നേരാണ്. ഏതു നിമിത്തം ഈ കേട്ട സാക്ഷ്യം നിമിത്തം.
അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിട്ട് ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാം മിക്കവാറും സഭകളിൽ സാക്ഷ്യം പറയുന്നവരാണ്. ഒരു സഭയിലെ സാക്ഷ്യത്തിൻ്റെ സമയം ഒരു 1.25 മണിക്കൂറൊക്കെയാണ് മിക്കവാറും ചില സഭകളിലൊക്കെ 1.25 മണിക്കൂർ. എന്നാ പറഞ്ഞത് നമ്മളെല്ലാം കൂടെ ആകത്തൊക്കെ എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ ഒന്നും പറഞ്ഞില്ല. കർത്താവ് കഴിഞ്ഞ ആഴ്ച നല്ലോനും വല്ലോനുമായിരുന്നു. കർത്താവ് ഞങ്ങളെ വിടിവിച്ചെന്ന് പറഞ്ഞത് വെടിവെച്ചെന്നൊക്കെ പറഞ്ഞവരുണ്ട്. കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായിട്ട് വെടിവെച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. ആ പാമ്പിൻ്റെ പേര് ഹല്ലേലൂയ. ഇങ്ങനൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. സാക്ഷിയൊന്നും തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ആമേൻ. സാക്ഷിയൊന്നും തെറ്റാതെ. സത്യത്തിൽ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ പ്രിയരെ. നാം ദൈവത്തിന് വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ടോ? ദൈവം നമുക്ക് വേണ്ടി വല്ലതും ചെയ്തോ? അതാ സത്യത്തിൽ സാക്ഷ്യം. അയ്യോ, നിങ്ങളൊരു നല്ല ആമീൻ പറഞ്ഞില്ലല്ലോ. ദൈവത്തിന് വേണ്ടി വല്ലതും ചെയ്തോ? കഴിഞ്ഞ ഒരാഴ്ച ദൈവത്തിന് വേണ്ടി വല്ലതും ചെയ്തോ? ദൈവം നമുക്ക് വേണ്ടി വല്ലതും ചെയ്തോ? സത്യത്തിൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആമേൻ, ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഒരു സാക്ഷ്യമാണ്. ഇവിടെ വന്ന് ഇരിക്കുന്നത് തന്നെ ഒരു സാക്ഷ്യമാണ്. അതൊക്കെ അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് കാണരുത്. അതിനെ ഒരു വിലപ്പെട്ട കാര്യമായിട്ട് തന്നെ കാണണം. എൻ്റെ കർത്താവേ, അങ്ങയുടെ കരം നീട്ടിയതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഇതിനകത്ത് കൊണ്ട് നിർത്തിയതിനായി സ്തോത്രം. അവിടുത്തെ കരം ഞങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കുന്നതിനായി സ്തോത്രം. ആമേൻ. ഇവിടെ വന്നിരിക്കാമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷെ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ ശക്തിയോടെ നിർത്തുന്നതിനായി സ്തോത്രം. ആമേൻ. അപ്പോ ഇവിടെ ഇതൊക്കെ ഈ സാക്ഷ്യം നേർ തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ഈ സാക്ഷ്യം എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു സാക്ഷ്യം ഉണ്ട്. ഈ മൈക്കെന്ന് ഞാൻ പറയണമെങ്കിൽ ഇവിടെ ഒരു മൈക്ക് ഉണ്ടായിരിക്കണം, അല്ലേ? ഈ ബ്രദർ എന്ന് ഞാൻ പറയണമെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരാൾ ഉണ്ടായിരിക്കണം. ഹലോ. ഈ ചെയർ എന്ന് ഞാൻ പറയണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ചെയർ ഇരിപ്പുണ്ടായിരിക്കണമെന്ന്. അതുപോലെ തന്നെയാണ് ഈ സാക്ഷ്യം. അപ്പൊ അവിടെ ഒരു സാക്ഷ്യമുണ്ട്. എന്താണ് അവിടുത്തെ സാക്ഷ്യമെന്നറിയാൻ നിങ്ങളെല്ലാവരും എന്നെ നോക്കണേ. എനിക്ക് നിങ്ങളുടെ മുഖം കാണണം. ഈ വാക്യം ഞാൻ പറയാൻ പോവാ. ആമേൻ. അതിൻ്റെ 12ാമത്തെ വാക്യത്തിലാണ് സാക്ഷ്യം. നിങ്ങൾ എന്നെ നോക്ക്. എനിക്ക് നിങ്ങളുടെ മുഖം കാണണം ആ വാക്യം. ആമേൻ. നിങ്ങളുടെ ആ ഒരു സുഖമില്ലാത്ത ഇരിപ്പ് ആ വാക്യം ഡിസ്പ്ലേ ചെയ്തപ്പോൾ തന്നെ, ഓ എൻ്റെ പൊന്ന്, ആമേൻ. അവിടെ എഴുതി വെച്ചേക്ക ക്രേത്തർ. ശ്രദ്ധിച്ച് കേട്ടോടെ. ക്രേത്തർ സർവ്വത അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രയെന്ന് അവരിൽ ഒരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ സാക്ഷ്യം തന്നെ. എനിക്കറിയാം നിങ്ങൾ സ്തോത്രം പറയില്ലെന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ ഈ വാക്യം കറക്റ്റ് വായിപ്പിച്ചത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ വാക്യം കേട്ട ആർക്കാ സ്തോത്രം വരുന്നത്? ഇല്ല മക്കളെ, ആരും സ്തോത്രം പറയില്ല. ഇവിടെ നിങ്ങൾ 2-3 പേരെങ്കിലും സ്തോത്രം പറഞ്ഞതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇത് നമ്മളെക്കുറിച്ച് പാളയത്തെ PMGക്കാരെ കുറിച്ച് പറഞ്ഞേക്കുക അല്ലിത്. ഇത് ക്രേത്തരെ കുറിച്ചാണ്. ക്രേത്തർ. പൗലോസ് തന്റെ സുവിശേഷ യാത്രയോട് ബന്ധപ്പെട്ട് ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന അവസരത്തിൽ പൗലോസ് ക്രേത്ത എന്ന് പറയുന്ന ഒരു ദ്വീപിനകത്തേക്ക് വന്നു. ഒരു ദ്വീപിനകത്ത് വന്നു. ദ്വീപിനകത്ത് വന്ന് ആ സ്ഥലത്ത് വന്നപ്പം പൗലോസിന്റെ അകത്തൊരു ഭയങ്കര നിയോഗം. സുവിശേഷത്തിന്റെ വിത്ത് ഇവിടെ ഒന്ന് വിതച്ചാലോ എന്നൊരു ചിന്ത തനിക്കുണ്ടായി. ആ ചിന്ത കൊണ്ട് പൗലോസ് ക്രേത്ത എന്ന് പറയുന്ന സ്ഥലത്തെ ഒന്ന് ചുറ്റിക്കാണുമ്പോൾ പൗലോസിന്റെ ഒരു ആഗ്രഹം, ഈ ദേശത്ത് സുവിശേഷം വിതയ്ക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത തനിക്കുണ്ട്. അത് നടക്കാൻ വേണ്ടി ഈ മനുഷ്യൻ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കാണുമ്പോൾ തന്റെ മുമ്പിൽ വന്ന് പെട്ട ഒരാളാണ് ക്രേത്തയിലെ ചോദിച്ചതെങ്കിൽ ഉടനെ അവര് പറയും, ആര് പ്രസംഗിക്കുന്നെന്ന്? ഞാൻ പറഞ്ഞു, ബൈജു മാലക്കര എന്ന് പറയുന്നയാള് ചെങ്ങന്നൂരിന് കിഴക്ക് മാലക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു 3.5 കിലോമീറ്റർ വണ്ടി ഓടിച്ച് 3.5 മണിക്കൂർ വണ്ടി ഓടിച്ച് പാളയത്ത് PMGയിൽ വന്ന് ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് ഞങ്ങൾ കാണുന്നില്ലല്ലോ. സത്യം എന്താ? ഞാനിവിടെ പച്ചയ്ക്ക് നിന്നുകൊണ്ട്
നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന്. അവർ സമ്മതിക്കത്തില്ല. സത്യം ഇതാണ്. പക്ഷേ അവരാ സത്യത്തെ വളച്ചൊടിച്ച് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയും. അതിനവർ തെളിവുണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം. അസത്യവാദികളെന്ന് എന്ന് പറഞ്ഞാൽ ക്രേത്തയിലുള്ള സകല എണ്ണവും LLB-ക്കാരാ മക്കളെ. എല്ലാ LLB-ക്കാർ നിന്നുകൊണ്ടങ്ങ് വാദിക്കുക. ഞാൻ കണ്ടതല്ലേ, പിന്നെ ഞാൻ കണ്ടതല്ലേ, എൻ്റെ പൊന്നെ ഒന്ന് കാണണമായിരുന്നു. വാദിച്ച് ജയിക്കും. അസത്യം കൊണ്ട് ജയം പ്രാപിച്ചവർ. ആ ക്രേത്തയിലെ വിദ്വം പറയുക, അവരെ സത്യം പറയിപ്പിക്കാൻ ഉപദേശിക്ക് പറ്റില്ല. ആമേൻ. ഞാനിവിടെ നിന്നുകൊണ്ട് കഷായിക്കാം, നിങ്ങളെ കൊണ്ട് സ്തോത്രം പറയിക്കാൻ വേണ്ടി. പൗലോസ് അവരെ കൊണ്ട് സത്യം പറയിക്കാൻ ബുദ്ധിമുട്ടുന്നു, ഞാൻ നിങ്ങളെ കൊണ്ട് സ്തോത്രം പറയിക്കാൻ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞ എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞങ്ങൾ ഇതൊക്കെ ഒത്തിരി കണ്ടതാ. ഞങ്ങൾ എന്തോ ഒക്കെ കണ്ടിരിക്കുന്നു, ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു, ഇനി എന്തെല്ലാം ഇവിടെ നടക്കാനിരിക്കുന്നു. എൻ്റെ പൊന്നു കുഞ്ഞെ, ആമേൻ, ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കാൻ ഭാഗ്യം കിട്ടിയതോർത്ത് ദൈവത്തെ സ്തുതിച്ചോണം. നാളെ രാവിലെ ഞാനോ നിങ്ങളോ ആരാണ് ഭൂമിയിൽ ഉണ്ടാകുന്നതെന്നും ഇല്ലാതിരിക്കുന്നതെന്നും ആർക്ക് പറയാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. നാളെ കിടക്കെ കിടന്നുകൊണ്ടാണോ നമ്മൾ ഈ യോഗം കൂടാൻ പോകുന്നതെന്ന് ആർക്ക് പറയാൻ പറ്റും? അകത്താവേശമുള്ളവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ പ്രാർത്ഥനയുടെ 15ാമത്തെ രാത്രിയിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് ഇവിടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരേണ്ടതിന് കേട്ടെന്ന മോനെന്ന് മുഖത്ത് നോക്കി പച്ച കള്ളം പറയുന്നവനെ എല്ലാം ക്രേത്തക്കാരുടെ കൂടെ കൂട്ടണം. ദൈവത്തിന് സ്തോത്രം. എവിടെ പോവാ? നമ്മൾ യാദൃശ്യമായിട്ട് ഒരാളിനെ ആമേൻ റോഡിൽ വെച്ച് കണ്ടു. എവിടെ പോകുന്നു? ഇവിടെ വരെ. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? എവിടെ പോകുന്നു? ഇവിടെ വരെ. എവിടെ വരെ? ഇവിടെ വരെ. അവിടെ വരെ പോയിട്ട് നമ്മൾ തമ്പാനൂർ വരെ പോവാനെങ്ങാനും പറഞ്ഞു പോയി നമ്മൾ കൂടെ ചെന്നാലോ എന്ന് വിചാരിച്ച കണ്ടോ? ഇവിടെ വരെ. സത്യത്തിൽ ലുലുവില് പോവാ. എവിടെ വരെ പോണു? ഇവിടെ വരെ. ശരി, സത്യം പറയരുത്. സ്തോത്രം എല്ലാം പോയല്ലോ. നമ്മൾ കൊച്ചിൻ്റെ കല്യാണം നിശ്ചയിച്ചു, കാര്യങ്ങളെല്ലാം സെറ്റാക്കി. ചില വില്ലന്മാരാ ഞങ്ങളെപ്പോലുള്ള ഉപദേശമാരായി ഞങ്ങളെ വിളിച്ചിരുത്തി ഞങ്ങളെ ഇങ്ങനെ ആട്ടിക്കായിരുത്തിക്കൊണ്ട്. ഞങ്ങൾക്കൊന്നും വെളിപ്പെട്ട് വരുന്നില്ലെന്ന്. കാരണം ഇതെല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. 24-ാം തീയതി കല്യാണമാ. 24-ാം തീയതി കല്യാണം ഉറപ്പിച്ച് വെച്ചാ ഞങ്ങളോട് ചോദിക്കുന്ന ദൈവഹിതമാണോ എന്ന്. എന്നാൽ പച്ചയ്ക്ക് സത്യം അങ്ങ് പറഞ്ഞാൽ പോരെ. ദൈവദാസനെ ഞങ്ങൾ ഉറപ്പിച്ചു 24-ാം തീയതി കല്യാണമാ, ആമേൻ, ദൈവദാസൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ പോരെ. നമ്മളെ എന്തിനായി കുത്തിയിരുത്തി ഇങ്ങനെ ആട്ടിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സത്യം പറയത്തില്ല. ഇനി മാത്രമേ നമുക്കാരും വിശ്വാസം ഇല്ലല്ലോ. നമുക്ക് ആരെങ്കിലും വിശ്വാസമുണ്ടോ? നമ്മുടെ കാര്യം കാണും അവരെങ്ങാണോ അറിഞ്ഞു പോയാൽ നമ്മുടെ കാര്യം നടന്നില്ലെങ്കിലോ? എൻ്റെ പൊന്നു, ഞാൻ ദൈവം തുറന്നതാണോ? ഒറ്റ അച്ചാന്മാര് സ്വത്രം പറഞ്ഞില്ലല്ലോ. ദൈവം തുറന്നതാണോ? അച്ഛാ, ഉലകത്തിൽ ഒരുത്തനും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം തുറന്നതാണോ? എങ്കിൽ നിന്റെ തലമുറയുടെ വഴി ഒരുത്തനും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം തുറന്നതാണോ? എത്ര കുശുമ്പുകാരും അസൂയക്കാരും പദ്ധതി ഒരുക്കിയാലും നടക്കില്ല. യേശുവിന്റെ നാമത്തിൽ അകത്താവേശമുള്ളവർ അധരം തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, എന്റെ ദൈവം തുറന്ന വഴി ഒന്നും അടയ്ക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരോട് ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, കഴിവതും ദൈവമക്കൾ സത്യം പറയുന്നവരായിട്ട് മാറണം. അടുത്തിരിക്കുന്ന 1, 2, 3 പേരുടെ മുഖത്ത് നോക്കിയിട്ട് പറ, സത്യം പറയണം കേട്ടോ. അവർ നിങ്ങളെ നോക്കുന്നില്ലെങ്കിൽ, നിങ്ങളോട് അവർ മിണ്ടുന്നില്ലെങ്കിൽ അവരെ തോണ്ടി വിളിച്ചേക്കണം. എന്നിട്ട് അവരോട് പറയണം, എന്നാ പറയണം? സത്യം പറയണമെന്ന്. കള്ളം പറയരുത്. ആമേൻ. കള്ളം പറഞ്ഞേച്ച് നീ അന്യഭാഷ പറഞ്ഞാൽ ഇത് ആര് കേൾക്കുന്നായി പറയുന്നത്? സ്വത്രം പറഞ്ഞില്ലല്ലോ. ഈ കള്ളം പറഞ്ഞേച്ചേ ഈ അന്യഭാഷ പറഞ്ഞാൽ ആര് കേൾക്കുന്ന നമ്മുടെ വിചാരം? കള്ളൻ സാത്താൻ കേൾക്കും.
അല്ലാതെ ആരും കേൾക്കൊന്നുമില്ല. എൻ്റെ പൊന്നുകുഞ്ഞെ, സത്യം പറഞ്ഞിട്ട് ജീവിക്കാൻ നോക്കിക്കോ കേട്ടോ. സത്യം പോരാ. 15ാമത്തെ രാത്രിയിൽ ഇതാണോ ദൂതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതാ 15ാമത്തെ രാത്രിയിലെ ദൂത്. ആമേൻ. അസത്യവാദികളാകരുത്. 2ാമത്തെ ദൂത്, വാദിച്ചു നിൽക്കരുത്. അവിടെ നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. ആമേൻ. നിന്നെ തോൽപ്പിക്കാൻ നിൽക്കുന്ന ചില സംഗതികൾ ഈ രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ വാദിച്ചു തോൽപ്പിക്കാൻ നിൽക്കുന്ന ചില സംഗതികളുടെ ഇടയിൽ നീ കുരുങ്ങി കിടക്കരുത്. ഇന്നു രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, അതിനകത്തുനിന്ന് ദൈവമക്കൾ പുറത്തു വരിക. ഒന്നാമത്തെ ഇവരുടെ ശീലം, സ്വഭാവം, ഇവര് അസത്യവാദികളാണ്. 2, ഇവര് ജന്തുക്കൾ എന്നൊരു വാക്കാണ്. സത്യത്തിൽ ഞാൻ ആ വാക്ക് പഠിച്ചപ്പോൾ അങ്ങനെ നിങ്ങളെ പൊതുവിലൊക്കെ പറയാൻ പറ്റും, മോശമല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ക്രേത്തരെ കുറിച്ച് അങ്ങനെ അങ്ങ് പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കുന്നില്ല. പക്ഷെ ഞാൻ ആ വാക്കിനൊരു ചെറിയ മാറ്റം വരുത്തി. ആ മാറ്റം ഇങ്ങനെയാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അവരുടെ 2ാമത്തെ സ്വഭാവം ജന്തുവിന്റെ സ്വഭാവമാണ്. ജന്തുവിന്റെ സ്വഭാവം അതന്നെ. ഈ ദുഷ്ടജന്തുവിന്റെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ മിക്കവാറും ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇതിന് വിവിധ പ്രാന്ത പ്രദേശങ്ങളിൽ വന്ന് ദൈവജനം ശുശ്രൂഷിക്കാറുണ്ട്. 2-3 പ്രാവശ്യമൊക്കെ വരാറുണ്ട്. അപ്പൊ രാത്രി മിക്കവാറും വണ്ടി ഓടിച്ചാണ് ആമി മടങ്ങിപ്പോകുന്നത്. അപ്പൊ ഈ മടങ്ങിപ്പോകുമ്പോൾ കൊട്ടാരക്കര വരെ എത്തുന്നതിന് മുൻപ് ആമൻ ഒരു ജംഗ്ഷനിൽ 15 പട്ടികൾ ഒന്നിച്ച് നിൽക്കുന്നു. 15 പട്ടികൾ ഒന്നിച്ച് നിൽക്കുന്ന സ്ഥലത്തൂടെ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഈ പട്ടിയെ ഞാൻ നോക്കിയിട്ടില്ല, ഈ പട്ടികളെ ഒന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പട്ടികളെ പട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പട്ടികളിൽ 3 പട്ടി എൻ്റെ കാറിന്റെ പുറകിൽ 1/2 കിലോമീറ്റർ ഓടുക. 1/2 കിലോമീറ്റർ ഓടി എന്നെ 1/2 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് വിട്ടേച്ച് ഈ പട്ടികൾ അവിടെ തന്നെ വന്ന് നിന്നു മോനെ. അപ്പൊ ഞാൻ ഈ പട്ടിയോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെയെന്ന്. പറഞ്ഞ പുള്ളി പറയാം, ഇത് ശീലമായി പോയെന്ന്. ഇത് ശീലമായിപ്പോയി. ഞങ്ങളെ KSRTC ബസ് വന്നാലും പുറകെ ഓടും. ഞങ്ങൾക്കൊന്ന് കുരച്ചോണ്ട് ഓടിയില്ലെങ്കിൽ മറ്റു ഒരു നായ്ക്കും ഒരു കുഴപ്പമില്ല. ഈ 2-3 നായ്ക്കായി കുഴപ്പം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വണ്ടി വരുമ്പം എൻ്റെ വണ്ടിയുടെ പുറകെ ഓടുന്നു. ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അടുത്ത വണ്ടിയുടെ പുറകെ പിന്നെ അവിടെ വരെ ഓടുന്നു. ഇതുങ്ങൾ ഈ ജംഗ്ഷനിൽ അല്ലാതെ അടുത്തൊരു ജംഗ്ഷനിലേക്ക് ഇവർക്ക് ട്രാൻസ്ഫർ ഇല്ല. പക്ഷേ നിന്റെ പുറകെ വരുന്ന ഈ നായ്ക്കൾ അവിടെ തന്നെ നിൽക്കുമ്പം ദൈവം നിന്നെ അടുത്ത സ്ഥലത്തെത്തിക്കുക. ശബ്ദമുയർത്തി നല്ലൊരു ആമേൻ പറയണം യേശുവിൻ്റെ നാമത്തിൽ. ഇതിങ്ങളുടെ സ്വഭാവം ചില സമയത്ത് മാറുമെന്നേ. ഇതിങ്ങളുടെ സ്വഭാവം ചില സമയത്ത് മാറും. ആമേൻ. മര്യാദയ്ക്ക് സ്കൂളിൽ ബാഗും തൂക്കി സ്കൂളിൽ പോകുന്ന പിള്ളേരെ കാണുമ്പം ആമേൻ ചില നായ്ക്കൾക്ക് ഭയങ്കര മുറുമുറുപ്പ. അതുങ്ങൾ ഓടി വന്ന് ഈ പാവം പിടിച്ച കൊച്ചിനെ എടുത്തിട്ട് കടിക്കുക. ആമേൻ. കടിച്ചു മറിക്കുക. എനിക്ക് ചിലപ്പോഴൊക്കെ ചില കുഞ്ഞുങ്ങളെ ഈ പട്ടികൾ കടിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആമേൻ. മുൻനിർണയം മുന്നേ ഇവർ തീരുമാനിച്ച് വെച്ചതൊന്നുമല്ല. അപ്പം മാറുക സ്വഭാവം. ദൈവത്തിന് സ്തോത്രം. കറിക്ക് ഉപ്പില്ല എന്ന് ആമേൻ പറയാൻ നിൽക്കുകയല്ല. ഉപ്പില്ല എന്ന് മനസ്സിലായ ഉടനെ ആ സ്വഭാവം, മുഖത്തെ എക്സ്പ്രഷൻ മാറുക. സ്തോത്രം. പക്ഷെ പള്ളി വന്നാലോ ചൂട്ടേ മടലേ കൊതുമ്പേന്ന് പറഞ്ഞ് എന്നാ ചാട്ടമാണെന്നറിയോ? സ്തോത്രം. പക്ഷെ ഇത്തിരി പോകുന്നൊരു കാര്യത്തിന് വിട്ടുവീഴ്ച മനോഭാവം ഇല്ലെന്ന് നിങ്ങൾ സ്തോത്രം പറയണ്ട കേട്ടോ. നിങ്ങൾ സ്തോത്രം പറയാതെ ഇങ്ങനെ ഇരിക്കുന്നല്ലത് 9:30 വരെ എനിക്ക് പ്രസംഗിക്കാൻ ചെയ്യാലോ യേശുവിൻ്റെ രക്തത്താൽ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ നാമത്തിൽ ഇവർ ഏത് സമയത്താണ് ഇവരുടെ സ്വഭാവം മാറുന്നതെന്ന്, ഈ നായ്ക്കളുടെ ആവട്ടെ മൃഗങ്ങളുടെ എല്ലാം എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. ആമൻ. അതുപോലെ ആ ക്രേത്തയിലെ ആളുകൾ എപ്പോഴാണ് അവരുടെ രീതികൾ മാറുന്നത്, ശൈലികൾ മാറുന്നത്, സ്വഭാവം മാറുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. ഇവരുടെ നടുവിലാണ് പൗലോസ് ചെന്ന് നിൽക്കുന്നത്. വിദ്വാൻ പറയുക, ഇവരുടെ സ്വഭാവം എപ്പം മാറുമെന്നൊരു പ്രതീക്ഷയുമില്ല. സൂക്ഷിച്ചു നിന്നോണം, നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് അത് കേട്ടിട്ട് അടുത്തതിലേക്ക് പോകുകയാണ്. അടുത്ത വാക്ക്, ഇവര് മടിയന്മാരാണ്. ഒറ്റ സ്തോത്രം പറയുന്നുണ്ടോ എന്ന് നോക്ക്. മടി പിടിച്ചിരിക്കുന്ന കണ്ടോ? ചിലരുടെ മടിയില്ല. ചിലരുടെ മടിയിൽ ഇങ്ങനെ വെച്ച് ആമൻ ഒരു സ്തോത്രം പോലും പറയാതെ ഇങ്ങനെ ചത്ത പോലെ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം മടിയന്മാരാണ്. പക്ഷെ യോഗം കഴിഞ്ഞിട്ട് കിട്ടുന്ന കഞ്ഞി പ്ലേറ്റ് നിറച്ചു കുടിക്കുകയും ചെയ്യും. സ്തോത്രം. അവിടെ അങ്ങനെ എഴുതിയേക്കുന്നേ
ഞാൻ നിങ്ങളെ കുറിച്ചല്ലല്ലോ പറഞ്ഞ, ഞാൻ നിങ്ങളെ കുറിച്ചല്ലല്ലോ ക്രേത്തരെ കുറിച്ചല്ലേ പറയുന്നത്. അവിടെ എഴുതി വെച്ചേക്കാം, മടിയന്മാരാ, ഒരു ജോലിയും ചെയ്യത്തില്ല, സ്വോത്രവും പറയത്തില്ല, പക്ഷേ മാക്കെന്നും പറഞ്ഞാണ് കാള കുടിക്കുന്ന പോലാണ് ഈ വെള്ളം എല്ലാം കുടിച്ചു തീർക്കുന്നത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം, മടിയന്മാരാണെങ്കിൽ ഒരു പെരുവയറന്മാരാ. ആമേൻ. വയറിനകത്ത് നിറയണമെന്നായ ഉള്ളി ഇവരുടെ ചിന്ത. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിന്റെ ഇടയ്ക്ക് പൗലോസ് ചെന്ന് നിൽക്കുമ്പം ദൈവത്തിന് സ്തോത്രം, ഈ വിദ്വാൻ പറയുക, ഇവിടെ സുവിശേഷത്തെ വിതറിയിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല, ഇവിടെ ഒന്നും നടക്കില്ലെന്ന് വിദ്വാൻ പറഞ്ഞു നിർത്തുമ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. ഇവിടെ ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞവർക്ക് ആമേൻ നടുവിൽ ഞാൻ നിന്നെ ഇവിടെ ഉപയോഗിക്കാൻ പോകുകയാണ്. അകത്താവേശമുള്ളവർ അധരം തുറക്ക്, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സഭയോട് പ്രവചിച്ചു പറയുന്നു, ആമേൻ. ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മ പറയുക, ഒരു മാറ്റവും വരാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പൗലോസിനോട് ദൈവം പറയുക, ഞാൻ നിന്നെ ഈ സ്ഥലത്ത് ഉപയോഗിക്കാൻ പോകുകയാണ്. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഈ ദേശങ്ങൾക്കൊരു മാറ്റം വരത്തക്ക വിധത്തിൽ ദൈവം ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ വിശാലതയുടെ ആഴം, എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ പ്രാർത്ഥനയുടെ വിശാലത അത് ഈ ദേശത്തിന്മേൽ പടരാൻ പോകുകയാണ്. ദേശത്തിന്റെ മേൽ വിശ്വസിക്കുന്നവർ അധരം തുറന്ന ദൈവത്തെ സ്തുതിക്ക്. ഈ ദേശത്തിന്റെ മേൽ അത് പടരാൻ പോകുന്നു. ഈ ദേശത്തിന്റെ മേൽ വെറുതെ ഇരിക്കല്ലേ പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഉറപ്പായിട്ട് പറയുന്നു, ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഈ ദേശത്ത് ചലിക്കും, എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഈ ദേശത്ത് വ്യാപരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത സ്വഭാവ സവിശേഷതയുള്ള ഈ ആളുകളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ എൻ്റെ ദൈവത്തിൻ്റെ കരമിറങ്ങാൻ പോകുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോകുന്നു. ദേശത്തിനൊരു മാറ്റം. സ്തോത്രം. പൗലോസ് ഇതിനെക്കുറിച്ച് നന്നായി അന്വേഷിച്ചപ്പം പൗലോസ് പറഞ്ഞ ഈ സാക്ഷ്യം നേർ തന്നെ. അതും നിമിത്തം ഇവരെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാക്കിയാൽ മാത്രമേ ഇവരെ നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഇങ്ങനെ അസത്യവാദികളായവരെ തള്ളിക്കളയുകയല്ല, ആമേൻ, മടിയന്മാരെ മാറ്റി നിർത്തുകയല്ല, പെരുവയറന്മാരെ അവൻ ഒഴിച്ചു നിർത്തുകയല്ല. ദൈവത്തിന് സ്തോത്രം. സ്വഭാവത്തിന് രൂപമാറ്റം വരത്തക്ക വിധത്തിൽ ഇവരെ ചേർത്തു പിടിക്കണം. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ചേർത്തു പിടിക്കാൻ പൗലോസ് തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ആ ദേശത്ത് ശുശ്രൂഷിച്ചോ എന്ന് അറിയാൻ തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാൽ മനസ്സിലാകും പൗലോസ് ആ ദേശത്ത് ശുശ്രൂഷിച്ചോ എന്ന്. ആമേൻ. 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? വളരെ നന്നായിട്ടാണ് ആ വാക്യം നിങ്ങൾക്ക് ആന്റി വായിച്ചു തന്നത്. അവിടെ എഴുതിയേക്ക, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത്. ഒരു ആമീൻ പറയണ്ടേ? ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നെന്ന്. മോനെ, നിർത്തിയിട്ട് പോന്നു എന്ന വാക്കും വിട്ടേച്ചു പോന്നു എന്ന വാക്കും രണ്ടാണ്. വിട്ടേച്ചു പോരുക എന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് വിട്ടേച്ചു പോകുക. ഇനി അടുത്ത വാക്കാണ് ശേഷിച്ച കാര്യങ്ങൾ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ശേഷിച്ച കാര്യങ്ങൾ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് എത്ര നാൾ അവിടെ നിന്നോ അത്രയും നാൾ കൊണ്ട് താൻ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളുടെയും ബാക്കി
ബാക്കി ഭാഗം ചെയ്യാനാണ് ദൈവം തീത്തോസിനെ അങ്ങോട്ട് അയക്കാൻ പോകുന്നത്. അതുകൊണ്ടാ ശേഷിച്ച കാര്യങ്ങളെന്ന് എഴുതിയേക്കുന്നേ. സ്തോത്രം. ശേഷിച്ച കാര്യങ്ങൾ. അപ്പം പൗലോസ് അവിടെ ഒരു ദീർഘമായ കാലയളവ് അവരുടെ ഇടയിൽ ശുശ്രൂഷിച്ചിട്ട് താൻ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പം തൻ്റെ നിജപുത്രന്മാരിൽ ഒരുത്തനായ തീത്തോസിനെ പൗലോസ് അവിടേക്ക് കൊണ്ടുവന്നാക്കുകയാണ്. ഇനി വേദപുസ്തകം പഠിക്കുമ്പോൾ പൗലോസിന് 2 നിജപുത്രന്മാരുണ്ടായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. 2 നിജപുത്രന്മാർ. ആമേൻ ആമേൻ. തിമത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ ആമേൻ 2-ാമത്തെ വാക്യവും തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യവും, ഈ 2 വാക്യങ്ങൾ പഠിച്ചാൽ പൗലോസിന്റെ നിജപുത്രന്മാർ ആരൊക്കെയാണെന്ന് അവിടെ പരിശുദ്ധാത്മ വ്യക്തമാക്കിയിട്ടുണ്ട്. തിമത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്തിയോസിന് എഴുതുന്നത്. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്തിയോസിന് എഴുതുന്നത്. തിമത്തിയോസ്. ഇനി 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. തീത്തോസ് 1:4. പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്. ഇനി ഒരു സ്തോത്രം പറയണ്ടേ? അപ്പൊ എന്റെ ചോദ്യം, പൗലോസിന്റെ നിജപുത്രന്മാരിൽ ഒരുത്തൻ 1-ാമത്തവൻ തിമത്തിയോസാണ്. ആര്? തിമത്തിയോസ്. 2-ാമത്തവനോ? തീത്തോസ്. 1-ാമത്തവൻ ആരാണ്? തിമത്തിയോസ്. 1-ാമത്തവൻ ആരാണ്? തിമത്തിയോസ്. 2-ാമത്തവനോ? തീത്തോസ്. 2-ാമത്തവനോ? തീത്തോസ്. ആമേൻ. ആന്റി മാത്രം എല്ലാവർക്കും വേണ്ടി പറയുക. താങ്ക് യു. തിമത്തിയോസും തീത്തോസും 2 പേരാണ് പൗലോസിന്റെ നിജപുത്രന്മാരെന്നാണ് അല്ലേ? ഈ നിജപുത്രൻ എന്ന് പറഞ്ഞാലേ വിശ്വാസത്തിൽ ജനിപ്പിച്ച മക്കൾ. വിശ്വാസത്തിൽ മക്കളെ, അവരൊന്നുമല്ലാതിരുന്ന സ്ഥലത്തുനിന്ന് അവരെ എന്തെങ്കിലുമൊക്കെ അവരായിട്ടുണ്ടെങ്കിൽ അത് പൗലോസ് കൈത്താങ്ങിയത് കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, പ്രബോധിപ്പിക്കാൻ അറിയില്ല, ശുശ്രൂഷിക്കാൻ അറിയില്ല, കല്യാണം നടത്താൻ അറിയില്ല, ശവമടക്കാൻ അറിയില്ല, സഭായോഗം നടത്താൻ അറിയില്ല. പക്ഷെ ഇതെല്ലാം പഠിച്ചത് പൗലോസിലൂടെ. ഇന്ന് രാത്രി ശുശ്രൂഷകന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ അവരെല്ലാം കേട്ടോണം. ഞാനും നിങ്ങളും ഒക്കെ വെല്ലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചില എഴുന്നേൽപ്പിച്ചത് കൊണ്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങൾ നല്ലൊരു ആമേൻ പറയുമായിരിക്കുമെന്ന്. ഇന്ന് രാത്രി ആവേശമകത്തുള്ള എത്ര ദൈവമക്കൾ എൻ്റെ കേൾവിക്കാരായിട്ട് ഇവിടെ ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പഠിച്ചത്, ഒന്ന് ആത്മാവിൽ ഉണരാൻ പഠിച്ചത്, ഒന്ന് ആത്മാവിൽ ശക്തീകരിക്കാൻ പഠിച്ചത്, ദൈവം നമ്മെ പുത്തനൊരു മേഖലയിലോട്ട് കാൽ വെക്കാൻ അത് കൊണ്ടുവന്ന് നിർത്തിയത്, ഇത് നമ്മുടെ കഴിവും പ്രാപ്തിയും പ്രൗഢിയും തലക്കനവും കൊണ്ടല്ല, വീട്ടുപേരിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, ദൈവം നമ്മുടെ മേൽ അനുവദിച്ച ദൈവത്തിന്റെ കൃപയാണ്. പൗലോസ് പറയുന്നു ഇവരെ നിജപുത്രന്മാരാക്കി. എന്റെ ഭാഷ പറഞ്ഞാൽ 2 പേരെ ഇടതും വലതും നിർത്തിയേക്കുക. ഇവരുടെ പ്രാപ്തി നോക്കിക്കേ. ഇപ്പൊ പൗലോസ് ചെല്ലേണ്ടടത്ത് ആമേ തിമത്തിയോസ് പോയാൽ മതി. ആ ലെവലിലെത്തി ഇവര്. യേശുവിന്റെ രക്തം ജയം. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവം ചിലരെ ഈ പ്രാർത്ഥനകൾക്ക് അകത്തു വെച്ച് ചില പരിശുദ്ധാത്മ വാർത്ത് പുറത്തെടുക്കാൻ പോവുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തില്. ഈ പൗലോസ് തിമത്തിയോസിനെയും തീത്തോസിനെയും നിജപുത്രനായി. തിമത്തിയോസിനെ കുറിച്ച് വേദപുസ്തകത്തിനകത്ത് ഒത്തിരി വാക്യങ്ങൾ തിമത്തിയോസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു 4 വാക്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. തിമത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ ആമേൻ 4-ാമത്തെ വാക്യം, അതിന്റെ 3-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം, അങ്ങനെ 4 വാക്യം വായിച്ചേ. എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ചു. പൗലോസ് പറയാം, നിന്നെ ഞാൻ ഓർത്തുകൊണ്ട്, നിന്റെ കണ്ണുനീർ ഓർത്തും കൊണ്ട് ഓർത്തു. തിമത്തിയോസിന്റെ 1-ാമത്തെ പ്രത്യേകത, അവൻ നന്നായി കരയും. കണ്ണു നിറഞ്ഞൊഴുകുക. ദൈവത്തിന് സ്തോത്രം. മുട്ടുകുത്തി നിൽക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന തിമത്തിയോസിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസ്. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ എൻ്റെ കേൾവിക്കാരായിട്ട് ഇതിനകത്തിരിപ്പുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്നലകളിലെ എൻ്റെ കണ്ണുനീരിനെ ഓർക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. ആരും എൻ്റെ കണ്ണുനീര് കണ്ടില്ലെങ്കിലും
എന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്ന്. എന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാ പറയുന്നു, ആമേൻ. കണ്ണുനീർ തൂകി പ്രാർത്ഥിക്കുന്ന ഒരു തിമോത്തിയോസ്, ആമേൻ. വായിച്ചേ 5-ാമത്തെ വാക്യം. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും. അവിടെ നിന്ന് നിർത്തിക്കേ, അവിടെ എഴുതിക്ക ആ വിശ്വാസം. എന്റെ ചോദ്യം, ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏത് വിശ്വാസമാണെന്ന് അറിയണ്ടേ? അതിന്റെ 4-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചാണ്ടി. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിച്ചു വരുന്ന ദൈവത്തിന് നിർവ്യാജ വിശ്വാസം. എന്നാ വിശ്വാസം? വ്യാജമില്ലാത്ത വിശ്വാസം. വ്യാജമില്ലാത്ത വിശ്വാസമുള്ള 2 അമ്മമാര് ഈ ചെറുക്കന്റെ വീട്ടിലുണ്ട്. ഈ 2 അമ്മമാരുടെ നടുവിലായി ചെറുക്കൻ വളരുന്നേ. വല്യമ്മച്ചി, വല്യമ്മ ലോവീസിലും. വല്യമ്മച്ചി, പിന്നെ അവന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ലോവീസ് അമ്മച്ചി വീട്ടിലുണ്ടെങ്കിൽ, യുനീക്ക അമ്മ വീട്ടിലുണ്ടെങ്കിൽ, വിശ്വാസമുള്ള ചെറുക്കന്മാർ പുറത്തു വരും. നിങ്ങളൊരു ആമയും പറഞ്ഞില്ലല്ലോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിച്ചു പറയുക, നിന്റെ കുഞ്ഞ് വിശ്വാസമുള്ള കുഞ്ഞായി പുറത്തു വരണമെങ്കിൽ വീടിനകത്തുള്ള അമ്മമാരും വല്യമ്മമാരും ഒക്കെ വിശ്വാസത്തിനകത്ത് നിലനിൽക്കുന്നവരായി മാറുക. അപ്പൊ വല്യമ്മച്ചി ആമേൻ ലോവീസും ആമേൻ അമ്മ യുനീക്കയും ഉണ്ടായിരുന്നു. അവർക്കകത്തൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ പേരാണ് നിർവ്യാജ വിശ്വാസം, വ്യാജമില്ലാത്ത വിശ്വാസം. എന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യുമെന്ന് അവർ ഉറച്ചാൽ ആ വിടുതൽ അനുഭവിക്കാതെ അവർ മാറത്തില്ല. ഇന്നലകളിൽ പരിശുദ്ധാത്മാവിനോട് ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ പറയുന്നു, ഇന്നലകളിൽ ഞാനും നിങ്ങളും വിശ്വസിച്ചതിന് അടിവരയിട്ട് അതിനൊരു ആമേൻ പറയാൻ ആവേശം ലഭിച്ചത് നമ്മുടെ കായബലം കൊണ്ടല്ലല്ലോ. അവൻ നടത്തിയ വിധങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ അകത്ത് ആവേശമുള്ള ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി ദൈവാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറയണം, ആ നിർവ്യാജ വിശ്വാസം, വ്യാജമില്ലാത്ത വിശ്വാസം, വെള്ളം ചേരാത്ത വിശ്വാസം, ആ വിശ്വാസം ആദ്യം നിന്റെ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അമ്മയ്ക്കും വല്യമ്മയ്ക്കുമുള്ള വിശ്വാസം നിന്റെ അകത്ത്. പൗലോസ് പറയും, ഞാൻ നിന്നെ വിവേചിച്ചപ്പം നിന്റെ ഊടായ്പ വിശ്വാസമല്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന്. നിന്റെ അകത്തുള്ള വിശ്വാസം നിർവ്യാജ വിശ്വാസമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് രാത്രി എന്റെ കഴുതിക്കാരോട് ഞാൻ പറയുന്നു, ആമേൻ. നിന്റെ കൂട്ടുവിശ്വാസിയെ നീ ആത്മാവിൽ വിവേചിക്കുമ്പോൾ അവൻ നിന്നോട് വ്യാജത്തിലാണോ നിർവ്യാജമായിട്ടാണോ ഇടപെടുന്നതെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ നിങ്ങൾക്കും എനിക്കും കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കും. ഇല്ലെങ്കിൽ നാം വിശ്വാസത്തിൽ താഴേക്ക് പോകേണ്ടി വരും. ആമേൻ. പൗലോസ് പറയുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒന്ന് കണ്ണുനീരുള്ള ചെറുക്കൻ, 2 വിശ്വാസം, നിർവ്യാജ വിശ്വാസമകത്തുള്ള ചെറുക്കൻ. 3-ാമത്തെ പ്രത്യേകത വാക്യം 6. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ പ്രിയരെ, പൗലോസ് ചെറുക്കനെ പിന്നെയും വിവേചിച്ചപ്പം ഇവന്റെ അകത്ത് കൃപാവരങ്ങൾ ഇങ്ങനെ കെട്ടുകിടക്കുന്ന ഒരു കാഴ്ച താൻ കാണുക. കൃപാവരങ്ങൾ കെട്ടുകിടക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിന്റെ അകത്ത് എന്റെ കൈവപ്പിനാൽ നിനക്ക് കിട്ടിയ ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. എന്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാവരം അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ജ്വലനമില്ലാതെ കിടക്കുക. ഈ പ്രാർത്ഥനക്കകത്ത് എന്നെ ഒന്ന് ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരിവിടെ ഉണ്ട്? ഇതൊക്കെ നിന്ന് വിശദീകരിച്ചു പറയേണ്ട ഭാഗങ്ങളാണ് കേട്ടോ.
ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കർത്താവേ എന്നെ ഒന്ന് ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. പോരാ, ശബ്ദമുയർത്തി നല്ലൊരു ആമേൻ പറയ. ഇന്ന് രാത്രി എന്നെ ഒന്ന് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ഇതിനകത്ത് എത്ര ദൈവമക്കളുടെ അകത്ത് ആവേശമുണ്ട്. കർത്താവേ, ഈ ആരാധന കഴിയുന്നതിന് മുൻപ് എന്നെ ഒന്ന് ജ്വലിപ്പിക്കണമേ എന്ന് പറയാൻ. 7ാമത്തെ വാക്യം കൂടെ വായിച്ച്. പീരിത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. കണ്ടോ, പൗലോസ് പറയാം, നമുക്ക് ദൈവം തന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവ് അല്ലെന്ന്. ശക്തിയുടെയും പേടിക്കുന്ന ആത്മാവല്ല, ശക്തിയുടെ ആത്മാവ്, സ്നേഹത്തിന്റെയും. ഇന്ന് രാത്രി ആ ആത്മശക്തി ഇതിനകത്ത് ചലിച്ചാൽ ചിലരെ ശക്തീകരിക്കാൻ പോവുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ചിലരെ ശക്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ചിലരെ ശക്തീകരിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഉടമന ഹതരമനയ, ഈ പ്രാർത്ഥന ചിലരെ ശക്തീകരിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന പോരാടി പ്രാർത്ഥിച്ചേ, ആത്മാവിലൊന്ന് ശക്തിപ്പെട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ പറയുന്നു, ചില ശക്തീകരിക്കുന്ന കൃപാവരങ്ങളാൽ അവൻ നിറയ്ക്കുന്ന, ജ്വലിപ്പിക്കുന്ന, നിയോഗം പകരുന്ന, ശക്തി പകരുന്ന, അധികാരം പകരുന്ന, ആവേശം പകരുന്ന രക്തം ക്ഷയം. ഈ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് ദൈവത്തിന് സ്തോത്രം, എൻ്റെ മേലൊരു ആത്മശക്തി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയാൻ പോകുകയാണ്. യേശുവിൻ്റെ രക്തം ജയം. ആത്മശക്തി അകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ നടന്നു പോകുമ്പോൾ നീ സംസാരിക്കുന്നവർ ചാടി എഴുന്നേൽക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. നിങ്ങളിൽ എത്ര പേരെ വചനം വിശ്വസിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന ദൂത് അതാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കഴിവോ പ്രാപ്തിയോ ഇല്ലാത്ത തിമോത്തിയോസിനെ പ്രാപ്തിയുള്ളവനാക്കാൻ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ കരമിറങ്ങി വരികയാണ്. ഒന്നാമത്തെ നിജപുത്രൻ തിമോത്തിയോസ് ആണെങ്കിൽ രണ്ടാമത്തെ ആള് തീത്തോസ് ആണ്. ഈ തീത്തോസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ 2 വാക്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. 2 വാക്യം. ആ വാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് നമ്മളൊന്ന് പോകുകയാണ്. ഞാൻ ആ വാക്യം നിങ്ങളോടൊന്ന് വളരെ വേഗത്തിൽ ഒന്ന് ഓർപ്പിച്ച് മുൻപോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 2-ാമത്തെ ലേഖനം 7-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഞങ്ങൾ മക്കദോന്യയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. അടുത്ത വാക്യം. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. അടുത്തത്. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഒരാമേൻ പറയേ. ആമേൻ. ഞങ്ങൾ മക്കദോനിയിൽ എത്തിയ ശേഷം ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല. ആമേൻ. അടുത്ത വാക്യം. എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം നടക്കുന്നു, അകത്ത് ഭയം നടക്കുന്നു. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ പേടിച്ചിരുന്ന, യുദ്ധത്തെ ഭയപ്പെട്ടിരുന്ന, ഭയത്തോടിരുന്നവർക്ക് തീത്തോസിന്റെ വരവ് ശക്തി പകർന്നു. ഇത് തീത്തോസിനെ കുറിച്ച് 2-ാമത്തെ വാക്യം 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ്. 8:16. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, സ്വമേധയായി നിങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു. എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. തീത്തോസിന്റെ 2-ാമത്തെ പ്രത്യേകത, അവൻ അത്യുത്സാഹിയാണ്. 1-ാമത്തെ പ്രത്യേകത, അവൻ ആശ്വസിപ്പിക്കും. ഉയർന്നിരിക്കുന്നവനെ ആശ്വസിപ്പിക്കും. ഒന്ന്
കരം താങ്ങി എഴുന്നേൽപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ധൈര്യപ്പെടുത്താൻ ഈ പുള്ളി മിടുക്കനാ. സത്യത്തെ തീമത്യോസിനെ പോലുള്ള കൃപാവരമൊന്നും ഈ പുള്ളിക്കില്ല. വലിയ കരച്ചിലുകാരനൊന്നും അല്ല. ഈ തീമത്യോസിന്റെ അമ്മച്ചിയെ പോലെ, അമ്മയെ പോലെയുള്ള വിശ്വാസമുള്ള അമ്മയോ അമ്മച്ചിയോ ഒന്നും തീത്തോസിന് വീട്ടിലില്ല. ആ കൈവപ്പ് കിട്ടിയപ്പോ കൃപാവരം കിട്ടിയ ആളല്ല നമ്മുടെ തീത്തോസ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ രണ്ട് പ്രത്യേകത. ഒന്ന്, അവൻ ആശ്വസിപ്പിക്കും. എല്ലാ കൃപാവരങ്ങളെ കാട്ടി വലിയ കൃപാവരം ആശ്വസിപ്പിക്കുന്ന കൃപാവരം. തമ്മിലടുപ്പിക്കുന്ന കൃപാവരം അല്ലെന്ന്, ആശ്വസിപ്പിക്കുന്ന കൃപാവരം. ആമേൻ. മതി ബ്രദറെ, സാരമില്ല ബ്രദറെ, ഒന്ന് ധൈര്യമായിട്ട് നിൽക്ക് ബ്രദറെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ബ്രദറെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, തീത്തോസിന്റെ അകത്തെ അടുത്ത പ്രത്യേകത, അവൻ അത്യുത്സാഹിയാണ്. ദൈവത്തിന് സ്തോത്രം. പലർക്കും ഇല്ലാത്ത ഒത്തിരി പ്രത്യേകതയിലെ ഒരു പ്രത്യേകത, ദൈവത്തിന് സ്തോത്രം, അവൻ അത്യുത്സാഹിയാണ്. അവൻ അത്യുത്സാഹിയാണ്. അവൻ മരിച്ചു വീഴുന്നത് വരെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഈ തീത്തോസിനെ മനൊന്ന് എഴുതിട്ട് വന്നേടാ, ഓടിവാ. ആമേൻ. ഈ തീത്തോസിനെ പൗലോസ് ക്രേത്തയിലോട്ട് കൊണ്ടുപോയി. ക്രേത്ത ചെന്നപ്പോൾ പൗലോസ് തീത്തോസിനെ വിളിച്ചിട്ട്, മക്കളെ ക്രേത്ത വരെ വരണം, നിനക്ക് അവിടെ ഒരു വേല ഉണ്ടെന്ന് പറഞ്ഞു. നിനക്ക് അവിടെ ഒരു വേല വെക്കാനുണ്ടെന്നല്ല, നിനക്ക് അവിടെ ഒരു വേലയുണ്ടെന്ന്. ശരി. ഈ തീത്തോസ് ഓടിപ്പടച്ച് അവിടെ ചെന്നപ്പോ ആമേൻ, പൗലോസ് പറയാം, മക്കളെ ശേഷിച്ച കാര്യങ്ങളെ നീ ക്രമത്തിലാക്കേണ്ടതിന്, ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കണം. സത്യത്തിൽ ഈ തീത്തോസിനോട് പൗലോസ് പറയുന്നില്ല ഇവരാരാന്ന്. ഇവരെ ആമേൻ, ഇവന്മാര് ദുഷ്ടജന്തുക്കളാണെന്നും മടിയന്മാരാന്നും പെരുവേറന്മാരാന്നും അസത്യവാദികളാണെന്നും ഒന്നും പറയാതെ പൗലോസ് പറയാം, മക്കളെ ശേഷിച്ച കുറെ കാര്യങ്ങളുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നീ ചെയ്യണം. അതിന് പൗലോസ് ഇവനെ കൂട്ടിക്കൊണ്ട് ക്രേത്തയിലോട്ട് ചെന്നേച്ച് ഇവനെ ആ ക്രേത്തയിലോട്ട് വിട്ടേച്ച് ഒന്ന് പിടിക്കണ കയ്യല്ലേ, വിട്ടേച്ച് പോയെന്ന്. പക്ഷെ ഇവൻ കയ്യിൽ കൊടുത്തില്ല. പൗലോസിന്റെ കൈ അവന്റെ കയ്യെന്ന് എടുത്തു. ഇനി അവൻ ഈ കയ്യെന്നങ്ങ് വിട്ടാലേ പൗലോസ് ഇവനെ ഇവിടെ വിട്ടേച്ചു പോകാൻ പറ്റത്തുള്ളൂ. പൗലോസ് പുറംതിരിഞ്ഞ് മുൻപോട്ട് നടക്കുമ്പോഴും കൈ, ആമേൻ, പൗലോസ് അവന്റെ കൈക്കകത്തുനിന്ന് ഇളക്കിക്കൊണ്ട് പോകുമ്പോഴും പുറകിലൊരു ഏങ്ങലടി കേൾക്കാം, വിങ്ങുന്നൊരു സ്വരം കേൾക്കാം. ആമേൻ. എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് എൻ്റെ യജമാനൻ മുൻപോട്ട് നടന്നു പോകുന്നത് കണ്ടോ എന്ന് പറഞ്ഞ ഏങ്ങലടി കേൾക്കുമ്പോൾ പൗലോസ് തിരിച്ചു വരുമെന്നാണ് തീത്തോസ് വിചാരിച്ചത്. പക്ഷേ തീത്തോസെ, നിന്നെ ഞാൻ ഇവിടെ ആക്കിയത് എന്തിനെന്നറിയാമോ? ചിലതൊക്കെ ക്രമത്തിലാക്കാനാണ്. ഞാൻ പുറം തിരിഞ്ഞ് മുഖം തിരിച്ചു മുൻപോട്ട് പോകുമ്പോൾ ഞാൻ കാണുന്ന വെളിപ്പാട്, തീത്തോസ് അവിടെ ചില കാര്യങ്ങളെ ക്രമീകരിക്കാൻ പോവുകയാണ്. ശബ്ദമുയർത്തി എത്ര ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? അവിടെ ചില കാര്യങ്ങളെ ക്രമീകരിക്കാൻ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദൈവ ശബ്ദം അവൻ ചിലതൊക്കെ ക്രമത്തിലാക്കാൻ. ചിലതൊക്കെ ക്രമത്തിലാക്കാൻ. ഞാൻ വചനം വായിച്ചു നോക്കിയപ്പോ തീത്തോസ് അവിടെ ചെയ്ത കാര്യങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, നമുക്കുള്ളവരും ഫലമില്ലാത്തവർ ആകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പന്മാരായിരിക്കാൻ പഠിക്കട്ടെ. ആമേൻ. ഞാൻ ആ വാക്യം 13-ാമത്തെ വാക്യം, ന്യായശാസ്ത്രിയായ സോനാസിനും അപ്പല്ലോസിനും ഒരു മുട്ടും വരാതെ ഉത്സാഹിച്ച് വഴിയാത്രയായി. 1-ാം അധ്യായത്തിൽ ഇവരുടെ സ്വഭാവം എന്നായിരുന്നു?
അസത്യവാദികളായിരുന്നു, അസത്യജന്തുക്കളായിരുന്നു, ദുഷ്ടജന്തുക്കൾ, മടിയന്മാര്, പെരുവയറന്മാര്, സ്വന്തം കാര്യം സിന്ദാബാദ്, സ്വന്തം കാര്യം സിന്ദാബാദ്. ഇതായിരുന്നു അവര് 1-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തിൽ മറ്റുള്ളവരെ കൂടെ ചേർത്തു പിടിക്കുന്നവരായി മാറി. അവിടുത്തെ ന്യായശാസ്ത്രിയായ സേനാസനും അപ്പല്ലോസിനും ഒരു മുട്ടും വരാതെ കണ്ടോ, ആ സഭ സന്ദർശിക്കാൻ വന്ന 2 പേരാ. അവര് പോകാൻ നേരം ഒരു മുട്ടും മുടക്കവും വരാതെ ഉത്സാഹിച്ചു ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയണ്ടേ. ഇന്നലെ വരെ സ്വന്തം കാര്യം നോക്കി നിന്നവർ ഇപ്പം മറ്റുള്ളവരെ കൂടെ നോക്കാൻ പ്രാപ്തിയുള്ളവരായി മാറുക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 15-ാമത്തെ രാത്രി ദൈവം എന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്റെ ഒറ്റ ചോദ്യം ചോദിച്ചു നിർത്തുക, ഒറ്റ ചോദ്യം. അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായോ ഇല്ലയോ? ആയോ ഇല്ലയോ? വചനം പറയുന്നു അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി. ഇന്ന് രാത്രിയിലെ ഈ പ്രാർത്ഥനാ യോഗത്തിനകത്ത് ആമേൻ വന്ന് മുഴങ്കാലുമടക്കി പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയ ദൈവത്തിൻ്റെ പൈതലേ, ഈ പ്രാർത്ഥന കഴിഞ്ഞ് നീ പോകുന്നതിന് മുൻപ് ആമേൻ ഈ ദിവസങ്ങളിൽ ഒരു വ്യത്യസ്ത സ്വഭാവത്തിന് ഉടമയാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ഈ രാത്രി നീ വന്നതുപോലല്ല മടങ്ങുന്നത്, ഒരു വ്യത്യസ്തനാക്കി ദൈവം നിന്നെ മടക്കാൻ പോകുകയാണ്. എത്ര പേര് ആ വചനം വിശ്വസിക്കുന്നുണ്ട്? ഒരു വ്യത്യസ്തനാക്കി ദൈവം നിന്നെ മടക്കി അയക്കാൻ പോകുകയാണ്. എനിക്കൊരു വ്യത്യസ്തനാകണമെന്ന് ആഗ്രഹമുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? എല്ലാ കണ്ണുമടച്ച് പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ ഇരിപ്പിടങ്ങളെ വിട്ടൊന്ന് എഴുന്നേറ്റ് നിന്നോ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് സ്തോത്രം ചെയ്തിട്ട് നിർത്തിയേക്കാം. എല്ലാ കണ്ണുകളും അടച്ചു പിടിക്കണം, എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് മലർത്തി പിടിക്കണം. ഇന്ന് രാത്രി ആ കണ്ണുകൾ അടച്ച് ആമേൻ സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഉയർത്തി. ഓ ജീസസ്, യോഗത്തിന് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആണ്. യോഗസ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണ്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് കാണുമ്പോൾ, എന്നെക്കുറിച്ച് അറിയുമ്പോൾ ഞാനൊരു വ്യത്യസ്ത വ്യക്തിയാണ്. എന്നാൽ അതിനകത്തുനിന്ന് എനിക്കൊരു വ്യത്യസ്തനായി മാറണമെന്ന് ആഗ്രഹമുള്ള എത്ര പേര് രാത്രി ഇവിടെ ഉണ്ട്? എന്റെ മിനിസ്ട്രിക്കകത്തൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? എനിക്ക് ആകമാനം ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹമുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? എന്റെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ വിശുദ്ധ ജീവിതത്തിനൊരു അസാധാരണ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ഇന്ന് രാത്രി അങ്ങനെ മാറ്റം ആഗ്രഹിക്കുന്നവരെ പരിശുദ്ധാത്മാവ് തൊടുന്ന രാത്രിയായത്. എല്ലാവരും അധരം തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കുക. എല്ലാ അധരങ്ങളും തുറന്ന്, ആരും മൗനമായി നിൽക്കരുത്. ഇതിനകത്ത് ദൈവമക്കളുടെ പ്രാർത്ഥനാ ശബ്ദം ഈ പള്ളിക്കകത്ത് മുഴങ്ങുന്ന ഒരു ഇരമ്പൽ ശബ്ദം. ജീസസ്, എല്ലാവരും അധരം തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രിയിലെ ആത്മീക ശുശ്രൂഷകൾക്ക് ആമേൻ അടിവരച്ച് കുത്തിടുന്നതിന് തൊട്ട് മുൻപ് ഒരു വ്യത്യസ്ത അളവിൽ ദൈവം എന്നെ ഉപയോഗിക്കണം എന്നാഗ്രഹമുള്ളവർ ആധരമൊക്കെ തുറന്ന് ശബ്ദമുയർത്തിക്കേ. എല്ലാ വർഷവും നടക്കുന്ന പ്രാർത്ഥനകൾ ഈ വർഷവും നടന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് എനിക്കൊരു മാറ്റമുണ്ടായത് ഈ വർഷമാണെന്നൊന്ന് പറയാൻ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്? എല്ലാ ധരങ്ങളും ഒന്ന് തുറക്കുക. എല്ലാ ധരങ്ങളും തുറക്ക്. നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇന്ന് രാത്രി ഒരു വ്യത്യസ്ത സ്വഭാവം കൊണ്ട് എനിക്ക് മടങ്ങിപ്പോകത്തക്ക വിധത്തിൽ ഇത്രമാം സ്നേഹത്തെ
എത്ര നാൾ തള്ളി ഞാൻ, എത്ര നാൾ സ്നേഹത്തെ, എത്ര നാൾ തള്ളി ഞാൻ ഈ പാപത്തെ. ദൈവമേ ഓർക്കല്ലേ ഈ പാപത്തെ. ദൈവമേ ഓ ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ചേർന്നൊന്ന് പാടുകേ. ഇത്ര സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ. ദൈവമേ ഓർക്കല്ലേ ഈ മഹാപാപത്തെ. ദൈവമേ ഇന്ന് രാത്രി ആ സാന്നിധ്യം നിന്റെ കണ്ണിന് മുമ്പിൽ വന്ന് നിൽക്കുക. അതിനെ ഇന്ന് രാത്രി തൊട്ടറിയാൻ ആവേശമുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്. എനിക്ക് ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് തൊട്ടറിയണം. എന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് സ്പർശിക്കും. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്. ആ കരങ്ങളൊക്കെ അടിച്ച് നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാനുള്ള സമയമാണ്. എല്ലാ ധരങ്ങളും തുറന്ന് ശക്തിയോടെ കൈയാൽ അടിച്ച് കർത്താവിനെ ആരാധിക്കുക. ഓ ശക്തിയോടെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ വല്ലഭനാ വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവൻ വല്ലഭനാ വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം നിത്യകരത്താലും പരിശുദ്ധർമ്മശക്തിയാലും നിത്യകരത്താലും പരിശുദ്ധർമ്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. മിന്നൽ പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. മിന്നൽ പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തി
ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. മനസ്സേനകരാധന കാരകരാധന വൈടവനാഥന വൈടാനീരകാരം ആധാര ശൈലേധാരകരാധന വീടവരീരം വൈടാധാര ശൈലേധാരീരം വൈടാധാര ശൈലേധാരം കാരകരാധന വീടവനേടകരാധന ചിന്തകൂടമനാഥന വൈടാരം വൈടാധാര ശൈലേധാരീരം ആധാരകരാധന വീടവനീരകാരം ആധാര ശൈലേധാരീരം വൈടാധാര ശൈലേധാരീരം കാരകരാധന വീടാരം വൈടാധാര ശൈലേധാരകരാധന വീടം വൈടാധാര ശൈലേധാരം വൈടാധാര നീരേധാരീരം വൈടാധാര ശൈലേധാര വൈടക്കാരം വൈടവനാഥ ചിന്തകൂടമനാഥന വൈടാരകരാധന വീട ീരക്കാരും വൈടാധാര ശൈലേഖരാധന ചന്ദനപൂർണമനാഥന വൈടാരം വൈടാധാര ശൈലേധാരകരാധന വൈടാരം വൈടാധാര ശൈലേധാ വൈടാധാരീരക്കാരും വൈടാധാര ശൈലേഖരാധന വൈടമനാഥന ചന്ദനപൂർണകരാധന വൈടമനാഥന വൈടകരീരകരാധന ചന്ദനപൂർണകാരം വൈടാധാര ശൈലേധാര വൈടാധാര ശൈലേധാരീരത്തെ വീരക്കാരും വൈടാധാര ശൈലേധാരീരക്കാരം വൈടാധാര ശൈലേധാരീരക്കാരകരാധന വൈടാധാര കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമ്മെ തന്നെ ശോധന ചെയ്യാം. ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസത്തിൽ എങ്ങനെയുള്ളവരാണ്? നമ്മുടെ വിശ്വാസത്തിൽ നാം ആരോഗ്യമുള്ളവരായി തീരുന്നുണ്ടോ? തിമോത്തിയോസിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് നാം കേൾപ്പാനിടയായി. തീത്തോസിനെ കുറിച്ച് കേൾപ്പാനിടയായി. തീത്തോസിന് തിമോത്തിയോസ് ഒരു പ്രത്യേക ദൗത്യം കൊടുപ്പാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആ ക്രയത്തരുടെ മധ്യയില് ദൈവം അവനെ ഉപയോഗിപ്പാനിടയായി. ഒരിക്കലും ഇഷ്ടമല്ലാത്ത സ്ഥലത്ത് വിട്ടേച്ച് പോയെങ്കിലും ഹല്ലേലൂയ, അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ വലിയ പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം ദൈവപൈതലേ, ദൈവം നിന്നെ ഭരമേൽപ്പിക്കുന്ന ഏതൊരു വിഷയത്തിലും നിനക്കത് ആരംഭത്തില് പ്രതികൂലമെന്ന് തോന്നിയാലും അസാധ്യമെന്ന് തോന്നിയാലും അവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നിയാലും അതിന്റെ മധ്യേ നിലനിർത്തി ശേഷ കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ശേഷം കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ ഹല്ലേലൂയ, ആശ്വാസം നൽകുന്നവരായി, ഹല്ലേലൂയ, വിശ്വാസമുള്ളവരായി ദൈവകൃപയിൽ നിൽക്കുവാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനുള്ള ഒരു പുതിയ നിയോഗം ഇന്ന് രാത്രികാലം നമുക്ക് വിശ്വാസത്താൽ ഏറ്റുപ്രാപിക്കാം. യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, അല്ല ക്ഷീണിച്ചു പോകുവാനല്ല, വിശ്വാസത്തില് ആരോഗ്യമുള്ളവരായി ശക്തിയോടെ മുന്നേറുവാൻ ഏത് സാഹചര്യത്തിലും കർത്താവിന് വേണ്ടി നിൽപ്പാൻ കർത്താവ് ഏൽപ്പിച്ചത് ധൈര്യത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ഇന്ന് രാത്രിയിൽ സമർപ്പിക്കും? കേട്ട വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ ഇന്ന് പകലും രാത്രിയിലും ശക്തമായി ഉപയോഗിപ്പാനിടയായല്ലോ. ഹല്ലേലൂയ. സ്തോത്രത്തിന്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടന്നു പോകുന്ന സ്ഥാനങ്ങളെല്ലാം ദൈവം ശക്തമായി ഈ ദിവസങ്ങൾ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം.
തന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വരും ദിനങ്ങളിൽ കടന്നു വരുന്ന ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കാം. നാളത്തെ വിശുദ്ധ സഭായോഗത്തിനായി പ്രാർത്ഥിക്കാം. എല്ലാ നിലകളിലും ദൈവം നമ്മെ സഹായിപ്പാൻ, അനുഗ്രഹിപ്പാൻ നാം എല്ലാവരും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എസ് സജീവ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. കണ്ണുകടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. അടിയങ്ങൾക്ക് നൽകിയ നല്ല രാത്രി കാലത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു പിതാവേ. കർത്താവെ, കടന്നു വന്ന് അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി കാലം ഞങ്ങളെ കേൾപ്പിച്ച വിലയേറിയ ആലോചനകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് വചനത്തിൽ കൂടി ആത്മാവിൽ കൂടി ഞങ്ങളെ ഇന്ന് രാത്രികാലം പണിതതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പാ കർത്താവെ, ഈ ഞങ്ങളെ ഒരു പുതിയ തലത്തിലേക്ക് ഇന്ന് രാത്രികാലം നടത്തിയതിനായി സ്തോത്രം. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ കർത്താവെ ഈ നാളുകളിൽ ദൈവം പുറത്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു വ്യത്യസ്തരാക്കി ഇന്ന് രാത്രികാലം ഞങ്ങളെ തീർത്തതിനായി നന്ദിയോടെ ഞങ്ങളങ്ങയെ വാഴ്ത്തുകയാണ് പിതാവേ. ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ, ഞങ്ങളായിരിക്കുന്ന സഭകളിൽ, ഞങ്ങളായിരിക്കുന്ന ദേശത്ത് ഈ നാളുകളിൽ ഞങ്ങൾക്ക് മാത്രമല്ല അപ്പാ, മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമാവുന്ന രീതിയിൽ ഞങ്ങൾ ഇന്ന് രാത്രികാലം പണിത് പുറത്തെടുത്തതിനായി നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുകയാണ് നാഥ. കർത്താവെ, ആത്മാഭിഷേകത്തിന്റെ ആഴത്തിലേക്ക് ഇറക്കിയതിനായി സ്തോത്ര. ഈ നാളുകളിൽ കർത്താവെ അമ്മ പൗലോസിന്റെ നിജപുത്രന്മാരായ കർത്താവെ അമ്മ തിമോഥെയോസിനെയും തീത്തോസിനെയും ബലപ്പെടുത്തിയതുപോലെ അവരെ കർത്താവെ വിശ്വാസത്തിൽ വീണ്ടും അധികം ശുശ്രൂഷയിൽ അധികം പ്രയോജനപ്പെടുവാൻ അവർക്ക് നൽകിയ ധൈര്യം പോലെ ഈ നാളുകൾ ഞങ്ങളെ ധൈര്യപ്പെടുത്തി അയക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഏറ്റെടുത്ത് സമർപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ ബലമുള്ള കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് പുതിയ അഭിഷേകത്തിൽ അവരെ അയക്കണമേ. പൂർണ്ണമായും ഭാഗികമായും ഉപവാസം ഇരിക്കുന്ന എല്ലാ ദൈവമൊക്കെയായി സ്തോത്രം. കർത്താവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേക രോഗശൈലിയും ക്ഷീണത്തിലുമായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പാ കർത്താവെ, സടകുടഞ്ഞ് എഴുന്നേൽപ്പാൻ ആവശ്യമായ കൃപ കർത്താവെ അങ്ങ് പകരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് രാത്രികാലം തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രത്യേക ഇന്ന് പകൽക്കാലോ രാത്രിക്കാലോ ഞങ്ങളുടെ മധ്യ അയച്ച് അങ്ങയുടെ മാറ്റമില്ലാത്ത ശബ്ദം കേൾപ്പിച്ച അങ്ങയുടെ വിലയേറിയ ഭക്തനെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഓർക്കുകയാണ് നാഥ. ഇനി ഞങ്ങളുടെ നാവായി അങ്ങയുടെ ശബ്ദമാക്കി അങ്ങ് അയക്കുന്നിടത്തെല്ലാം വിശ്വസയോടെ ശക്തിയോടെ അങ്ങ് കരങ്ങെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ദാസന്റെ മടക്ക് യാത്ര എല്ലാം കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ, കുടുംബമായി ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന വിശുദ്ധ സഭായോഗത്തെല്ലാം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരും ദിവസങ്ങളിൽ കടന്നു വരുന്ന അവിശുദ്ധമാർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം തക്ക സമയത്ത് കൂട്ടി വരുത്തി ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ പിരിയുമ്പോഴും പിരിയാത്ത സാന്നിധ്യം കൂടി ഇരുന്ന് ഞങ്ങളെ ജയത്തോടെ നടത്തും. എല്ലാ മഹത്വം അങ്ങേക്കും മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസ വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ദീർഘോപവാസത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ദൈവദാസന്മാരോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ. ഇന്ന് പകലും രാത്രിയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ചെയ്ത ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത കർത്താവിന്റെ ദാസൻ ബൈജു മാലക്കരയോടുള്ള നന്ദി സഭയുടെ പേരിൽ എൻ്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. നാളെ വിശുദ്ധ സഭായോഗം 10 മണിക്ക് തന്നെ ആരംഭിക്കും. നാളെ സൺഡേ സ്കൂൾ ഇല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ ജോർജ് ആരാധനയിൽ വചന ശുശ്രൂഷയ്ക്കായി ഉണ്ടായിരിക്കും. വൈകിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോമോൻ അബ്രഹാം നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കും. എല്ലാവരും തക്ക സമയത്ത് എത്തിച്ചേരുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.